ഹായ് എവരിവൺ, ഈസി കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ക്യാപിറ്റലിന്റെ ഫേസസ് ആണ്. ക്യാപിറ്റലിന്റെ ഫേസസും പ്രധാനമായിട്ടും അഞ്ചെണ്ണമാണ്. ഒന്നെന്ന് പറയുന്നത് ഓതറൈസ്ഡ് ക്യാപിറ്റല്, 2 ഇഷ്യൂഡ് ക്യാപിറ്റല്, 3 സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റല്, 4 കോൾഡ് അപ്പ് ക്യാപിറ്റല്, 5 പെയ്ഡ് അപ്പ് ക്യാപിറ്റല്. അപ്പൊ ഷെയർ ക്യാപിറ്റൽ ഫേസസ് ഏതൊക്കെയാണ് മനസ്സിലായല്ലോ. അപ്പൊ ഏതൊക്കെയാണ്? ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇത് നമുക്ക് ഓരോന്ന് എന്താന്ന് നോക്കാം. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ദിസ് ഈസ് എ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എ കമ്പനി ഈസ് ലീഗലി ഓതറൈസ്ഡ് ടു റൈസ് ഫ്രം ദി പബ്ലിക്. ഇറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. This is the maximum amount of capital a company is legally authorized to raise from the public. It is mentioned in the memorandum of association. അതായത് ഒരു കമ്പനിക്ക് അതിന്റെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രകാരം പൊതുജനങ്ങളിൽ നിന്ന്, അതായത് പബ്ലിക്കിൽ നിന്ന് റൈസ് ചെയ്യാൻ അനുമതിയുള്ള മാക്സിമം എമൗണ്ട് ആണിത്. ഒരു കമ്പനിക്ക് അതിന്റെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രകാരം പൊതുജനങ്ങളിൽ നിന്ന് റൈസ് ചെയ്യാൻ അനുമതിയുള്ള മാക്സിമം എമൗണ്ട് ആണിത്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഈസ് നോൺ ആസ് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, if a company is registered with 1 lakh equity shares of rupees 10 each, the authorized capital is rupees 10 lakh. അപ്പോൾ എന്ത് പറഞ്ഞിരിക്കുന്ന? If a company is registered with 1 lakh equity shares of rupees 10 each, the authorized capital is rupees 10 lakh. അതായത് 10 രൂപ വിലയുള്ള 1 ലക്ഷം ഷെയറുകളുമായി ഒരു കമ്പനി രജിസ്റ്റർ ചെയ്താൽ അതിന്റെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയായിരിക്കും. അപ്പൊ ഒരു ഷെയറിന്റെ വില എത്രയാണ്? 10 രൂപയാണ് അല്ലേ? അപ്പൊ നമ്മൾ എത്രയാ പൊതുജനങ്ങളിൽ നമ്മൾ ഷെയർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്? പൊതുജനങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം? കളക്ട് ചെയ്യാണ്, ഫണ്ട് കളക്ട് ചെയ്യാണ്. അപ്പൊ നമ്മൾ എത്ര ഷെയറാണ് കളക്ട് ചെയ്യുന്നത്? 1 ലക്ഷം ഷെയർ ആണ് അല്ലേ? അപ്പൊ 1 ലക്ഷം ഷെയർ വില എത്രയാണ്? 10 രൂപയല്ലയോ? അപ്പൊ നമ്മൾ എത്ര രൂപയായി? മൊത്തം 10 ലക്ഷം രൂപയായി. ഈ 10 ലക്ഷം ഒക്കെ എത്ര രൂപയായി? എങ്ങനെ കിട്ടി? 1 ലക്ഷത്തിന് 10 കൊണ്ട് നമ്മൾ ഇതിലും മൾട്ടിപ്ലൈ ചെയ്തു. ഇതിനാണ് എന്തെന്ന് പറയുക? ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഒരു കമ്പനിക്ക് അതിന്റെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രകാരം പബ്ലിക്കിൽ നിന്ന്, പൊതുജനങ്ങളിൽ നിന്ന് റൈസ് ചെയ്യാൻ അനുമതിയുള്ള മാക്സിമം എമൗണ്ട് ആണിത്. ഇതിനെയാണ് നമ്മളത് വിളിക്കുക? രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്, 10 രൂപ വിലയുള്ള 1 ലക്ഷം ഷെയറുകളുമായി ഒരു കമ്പനി രജിസ്റ്റർ ചെയ്താൽ അതിന്റെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് എത്രയായിരിക്കണം? 10 ലക്ഷം ആയിരിക്കണം. അപ്പൊ നമ്മള് പൊതുജനങ്ങൾ നമ്മൾ എത്ര ഷെയറാണ് കളക്ട് ചെയ്യുന്നത്? 1 ലക്ഷമാണ് അല്ലെ? ഒരു ഷെയർ എത്ര രൂപയാണ്? 10 രൂപയാണ്. അപ്പൊ നമുക്ക് മൊത്തം എത്ര രൂപയായി? 10 ലക്ഷമായി. ഈ 10 ലക്ഷം കിട്ടി. 1 ലക്ഷത്തിന് 10 കൊണ്ട് നമ്മൾ എന്തെങ്കിലും മൾട്ടിപ്പിൾ ചെയ്തു. അപ്പോഴാണ് നമുക്ക് 10 ലക്ഷം രൂപ ആവുന്നത്. ഇതിനാണ് എന്തെന്ന് പറയുക? ഓതറൈസ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടെന്ന് പറയുന്നത് ഇഷ്യൂഡ് ക്യാപിറ്റൽ ആണ്. എന്താണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ പറഞ്ഞാൽ? ദിസ് ഈസ് എ പാർട്ട് ഓഫ് ദി ഓതറൈസ്ഡ് ക്യാപിറ്റൽ ദാറ്റ് ദി കമ്പനി ആക്ച്വലി ഓഫേഴ്സ് ടു ദി പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ. അപ്പൊ എന്ത് പറഞ്ഞിരിക്കുന്ന? ദിസ് ഈസ് എ പാർട്ട് ഓഫ് ദി ഓതറൈസ്ഡ് ക്യാപിറ്റൽ that the company actually offers to the public for subscription. അതായത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഓതറൈസ്ഡ് ക്യാപിറ്റലിലെ ആ ക്യാപിറ്റലിൽ നിന്നും പൊതുജനങ്ങൾക്ക് വാങ്ങാനായി കമ്പനി വാഗ്ദാനം ചെയ്യുന്ന ഒരു പാർട്ടാണിത്. ഓതറൈസ്ഡ് ക്യാപിറ്റലിൽ നിന്നും പൊതുജനങ്ങൾക്ക് വാങ്ങാനായി കമ്പനി വാഗ്ദാനം ചെയ്യുന്ന ഒരു ഭാഗമാണിത്. Issued capital can never exceed authorized capital. അപ്പൊ എന്ത് പറഞ്ഞിരിക്കുന്ന? Issued capital can never exceed the authorized capital. അതായത് ഇഷ്യൂ ചെയ്ത ക്യാപിറ്റല് ഒരിക്കലും ഓതറൈസ്ഡ് ക്യാപിറ്റലിനേക്കാൾ കൂടാൻ പാടില്ല.
നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റലിനകത്ത് നമ്മൾ എത്ര ഷെയർ ആണ് പൊതുജനങ്ങളിൽ കളക്ട് ചെയ്തത്? 1,00,000 ഷെയർ ആണ് അല്ലേ? ഈ ഷെയറിനെക്കാട്ടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കൂടാൻ പാടില്ല. അതാണ് അവിടെ ഇഷ്യൂഡ് ക്യാപിറ്റലിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എത്ര വരാവും? 1,00,000 താഴെ വരാവും. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എന്തോ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന ഫ്രം ദി 1,00,000 ഷെയർസ് എബവ്. അപ്പൊ ഈ ഫ്രം ദി 1,00,000 ഷെയർസ് എബവ് എന്ന് പറയുമ്പോൾ ആരെ ഉദ്ദേശിക്കുന്നത്? ഓതറൈസ്ഡ് ക്യാപിറ്റലാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇഫ് ദ കമ്പനി ഓഫേഴ്സ് 50,000 ഷെയർസ് ടു ദ പബ്ലിക്, ദ ഇഷ്യൂഡ് ക്യാപിറ്റൽ ഈസ് ₹5 lakh. അപ്പൊ എന്തോ പറഞ്ഞിരിക്കുന്ന? ഇഫ് ദ കമ്പനി ഓഫേഴ്സ് 50,000 ഷെയർസ് ടു ദ പബ്ലിക്, ദ ഇഷ്യൂഡ് ക്യാപിറ്റൽ ഈസ് ₹5 lakh. അതായത് 1,00,000 ഷെയറുകളില് 50,000 ഷെയറുകൾ കമ്പനി വിൽപ്പനയ്ക്ക് വെച്ചാൽ ഇഷ്യൂ ചെയ്ത മൂലധനം അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്ത ക്യാപിറ്റൽ എത്ര രൂപയാവും? 5 lakh ആവുന്നുണ്ടാവും. നമ്മൾ 1,00,000 ഷെയർ ആണ് കമ്പനിയായിട്ട് വെച്ചിരിക്കുന്നത്. അതിനകത്ത് 50,000 പൊതുജനങ്ങൾക്ക് നമ്മൾ വെക്കുവാണെങ്കിൽ നമ്മൾ ഏത് പ്രൈസിലാണ് വെക്കുന്നത്? ഈ 10 രൂപയ്ക്കാണ് നമ്മൾ വെക്കുന്നത്. അപ്പൊ എത്രയാവും? ഈ 50,000ന് 10 കൊണ്ട് നമ്മൾ ചെയ്യണം, മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോഴാണ് എത്ര കിട്ടുന്നത്? 5 lakh കിട്ടുന്നത്. മനസ്സിലായോ? പ്രൈസിൽ മാറ്റം വരത്തില്ല, പ്രൈസ് അത് തന്നെയായിരിക്കും. ഷെയറിലാണ് മാറ്റം വരുന്നത്. അപ്പൊ നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്ര മേടിച്ചിരിക്കുന്നത്? 1,00,000 ഷെയർ ആണ് അല്ലെ? ഈ ഷെയറിനെക്കാട്ടി കൂടാൻ പാടില്ല. ഷെയറിനെക്കാട്ടി എത്രയാവും? കുറവേ തരാവും. അപ്പൊ 1,00,000 ഷെയറിനകത്ത് നമ്മൾ എത്ര ഷെയർ ആണ് വിൽക്കാൻ നോക്കുന്നത്? 50,000 ഷെയർ ആണ് പൊതുജനങ്ങൾക്ക് വിൽക്കാനായിട്ട് നോക്കുന്നത് അല്ലെ? ഈ 50,000 നമ്മൾ ചെയ്യണം 10 ഷെയർ 10 രൂപ കൊണ്ട് ചെയ്യണം മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഇഷ്യൂഡ് ക്യാപിറ്റൽ എത്ര രൂപയായി? 5,00,000 രൂപയായി. ഇതിനാണ് എന്തെന്ന് പറയുക? ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഒരു പോർഷൻ ആയിട്ടാണ് നമ്മൾ ആരെ കൺസിഡർ ചെയ്യുന്നത്? ഇഷ്യൂഡ് ക്യാപിറ്റൽ കൺസിഡർ ചെയ്യുന്നത്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എമൗണ്ടിനെക്കാട്ടി കൂടാൻ ഇഷ്യൂഡ് ക്യാപിറ്റൽ പാടില്ല. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എമൗണ്ട് ഷെയർ എത്രയാണോ അതിനെക്കാട്ടി കുറവ് മാത്രമേ തരാവൂ. ആ ഷെയർ എന്ത് ചെയ്യണം? ഓതറൈസ്ഡ് ക്യാപിറ്റലിന്റെ ഷെയറിന്റെ പ്രൈസ് കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾ ചെയ്യുക. അതാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഈ മൂന്നാമത്തെ ഷെയർ ആണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. എന്താണ് ഈ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? എന്താ പറഞ്ഞിരിക്കുന്നത്? ദിസ് ഈസ് എ പോർഷൻ ഓഫ് ദി ഇഷ്യൂഡ് ക്യാപിറ്റൽ that the public actually applies for and takes up. If the public does not buy all the shares offered, the subscribed capital will be less than the issued capital. അപ്പോൾ എന്ത് പറഞ്ഞിരിക്കുന്നത്? This is a portion of the issued capital that the public actually applies for and takes up. If the public does not buy all the shares offered, the subscribed capital will be less than the issued capital. അപ്പോൾ ഈ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആരുടെ പോർഷൻ ആണ്? ഇഷ്യൂഡ് ക്യാപിറ്റൽ പോർഷൻ ആണ് അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. ഇഷ്യൂ ചെയ്ത ക്യാപിറ്റലിൽ പൊതുജനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായ ഒരു ഭാഗമാണിത്. അതായത് വാങ്ങാനായിട്ട് തയ്യാറെടുക്കുന്നു അവരാണ് ഉദ്ദേശിക്കുന്നത്. ഇഷ്യൂ ചെയ്ത ക്യാപിറ്റലിൽ പൊതുജനങ്ങൾ ഏറ്റെടുക്കാൻ അതായത് വാങ്ങാൻ തയ്യാറായ പോർഷനാണിത്. അതുമാത്രമല്ല, പൊതുജനങ്ങള് എല്ലാ ഷെയറുകളും വാങ്ങിയില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ക്യാപിറ്റല് ഇഷ്യൂ ചെയ്ത ക്യാപിറ്റലിനെക്കാട്ടി കുറവായിരിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഇഷ്യൂഡ് ക്യാപിറ്റൽ എത്രയായിരുന്നു? 50,000 ഷെയർ ആയിരുന്നു അല്ലെ? ഈ 50,000 ഷെയറിനെക്കാട്ടി കൂടാൻ പാടില്ല, കുറവേ വരാൻ പാടാവും. മനസ്സിലായല്ലോ? അപ്പോ പൊതുജനങ്ങള് ഈ 50,000 ഷെയർ വാങ്ങണമെന്നില്ല. അപ്പൊ ഈ 50,000 ഷെയർ വാങ്ങില്ല എന്നുണ്ടെങ്കിൽ അത് താഴെ ഷെയർ ചെയ്യാം, അവർക്ക് വാങ്ങാം. അപ്പൊ അവർ എത്ര ഷെയർ ആയിരിക്കും വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്? 45,000 ഷെയർ ആയിരിക്കും. പ്രൈസിൽ മാറ്റം പറ്റില്ല. പ്രൈസ് പഴയ പ്രൈസ് തന്നെ ആയിരിക്കും. എത്ര രൂപ? 10 രൂപ അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 45,000ന് 10 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പൊ എത്ര രൂപയായി? 4,50,000 രൂപ. ഇതിനാണ് എന്തെന്ന് പറയുക? സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ പോർഷനായിട്ട് നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ കൺസിഡർ ചെയ്യുന്നു. ഇഷ്യൂഡ് ക്യാപിറ്റൽ പോർഷനായിട്ട് നമ്മൾ ആരെ കൺസിഡർ ചെയ്യുന്നു? സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഓരോ സ്റ്റെപ്പ് വന്നിട്ടാണ് പോകുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ എത്ര ഇഷ്യൂഡ് ക്യാപിറ്റൽ കൊടുത്തിരിക്കുന്നു പറഞ്ഞാൽ 50,000 ഷെയർ അല്ലയോ? അപ്പൊ ഈ 50,000 ഷെയർ പൊതുജനങ്ങൾ വാങ്ങണമെന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യും 50,000 താഴെ എത്ര ഷെയറിൽ വാങ്ങിക്കാം. അപ്പൊ ഇവിടെ എത്ര നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞത്? 45,000 ഷെയർ ആണ് അല്ലെ? അപ്പൊ ഈ 45,000 നമ്മൾ ചെയ്യണം
ഓതറൈസ്ഡ് പ്രൈസ് ഉണ്ടല്ലോ 10 രൂപ, അതുകൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പൊ എത്ര രൂപയായി? 4,50,000 രൂപ. ഇതിനാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? എത്രയാണ്? അപ്പൊ ഒരു കാര്യം ഇവിടെ പറയാൻ വിട്ടുപോയി. ഇതിനകത്ത് എന്തോ പറഞ്ഞിരിക്കുന്ന സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വിൽ ബി ലെസ് ദാൻ ദി ഇഷ്യൂഡ് ക്യാപിറ്റൽ. ആണോ? സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിന്റെ ഷെയർ എടുക്കുമ്പോൾ ഇഷ്യൂഡ് ക്യാപിറ്റലിനെക്കാട്ടി കൂടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇഷ്യൂഡ് ക്യാപിറ്റലിനെക്കാട്ടി കുറവേ വരാവൂ. മനസ്സിലോ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ ഷെയർ എത്രയാണ്? 50,000 ഷെയർ ആണ് അല്ലെ? ഈ 50,000 താഴെ ആയിരിക്കണം ആർക്ക് വേണ്ടത്? സബ്സ്ക്രൈബിന് വരേണ്ടത്. പ്രൈസ് ഏതെന്നായിരിക്കും? ഓതറൈസ്ഡ് തന്നെയായിരിക്കും. ഇത്രയോട് വ്യത്യാസം. ഓക്കെ അല്ലേ? അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇഷ്യൂ ചെയ്ത ക്യാപിറ്റലിൽ പൊതുജനങ്ങൾ വാങ്ങാൻ തയ്യാറായിട്ടുള്ള ഒരു പോർഷനാണിത്. പൊതുജനങ്ങൾ എല്ലാ ഷെയറുകളും വാങ്ങിയില്ലെങ്കിൽ, എന്ന് വെച്ചാൽ 50,000 ഷെയർ വാങ്ങിയില്ല എങ്കിൽ അതിൽ സബ്സ്ക്രൈബ് ചെയ്ത എത്ര ക്യാപിറ്റലാണോ അതിലെന്ത് ചെയ്യണം? ഇഷ്യൂ ചെയ്ത ക്യാപിറ്റലിനെക്കാട്ടി കുറവായിരിക്കണം എന്ന് പറയും. മനസ്സിലാവും? ഇപ്പൊ ഇവിടെ നമ്മൾ എക്സാമ്പിൾ എന്ത് പറയുക, 50,000 ഷെയറുകൾ ഇഷ്യൂ ചെയ്തതിൽ 45,000 ഷെയറുകൾ മാത്രമേ അപേക്ഷകളുള്ളത് വിചാരിക്കുക. അതിനകത്ത് സബ്സ്ക്രൈബർ ചെയ്തത് എത്രയായിരിക്കും? 4,50,000 രൂപയാണ്. ഇത്രയേ ഉള്ളൂ. മനസ്സിലാവും? അപ്പൊ വളരെ സിമ്പിൾ ആണ്, ഒരു പാടില്ല. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാനുള്ളത് കോൾഡ് അപ്പ് ക്യാപിറ്റലാണ്. കോൾഡ് അപ്പ് ക്യാപിറ്റലാണ്. എന്താണ് ഈ കോൾഡ് അപ്പ് ക്യാപിറ്റൽ പറഞ്ഞാൽ? അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കമ്പനീസ് ഓപ്റ്റൻ കളക്റ്റഡ് ഷെയർ വാല്യൂ ഇൻ ഇൻസ്റ്റാൾമെന്റ്സ്. അപ്പൊ ഇൻസ്റ്റാൾമെന്റ്സ് ഏതൊക്കെയാണ് അവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ഇൻസ്റ്റാൾമെന്റ്സ് പറഞ്ഞിരിക്കുന്നത്? ഏതൊക്കെ ഇൻസ്റ്റാൾമെന്റ് എടുക്കുന്നത്? ആപ്ലിക്കേഷൻ, അലോട്ട്മെന്റ്, കോൾസ് ഉണ്ടോ? അപ്പൊ എന്താണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ പറഞ്ഞാൽ? കമ്പനീസ് ഓപ്റ്റൻ കളക്റ്റഡ് ഷെയർസ് വാല്യൂ ഇൻ ഇൻസ്റ്റാൾമെന്റ്. ആ ഇൻസ്റ്റാൾമെന്റ്സ് ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ആപ്ലിക്കേഷൻ, അലോട്ട്മെന്റ്, കോൾസ്, rather than all at once. Called up capital is the total amount the company has demanded or asked the shareholders to pay so far. അപ്പോൾ എന്ത് പറഞ്ഞിരിക്കുന്ന? കമ്പനീസ് ഓപ്റ്റൻ കളക്ട് ദ ഷെയർ വാല്യൂ ഇൻ ഇൻസ്റ്റാൾമെന്റ്സ് ലൈക്ക് ആപ്ലിക്കേഷൻ, അലോട്ട്മെന്റ് ആൻഡ് കോൾസ് rather than all at once. Called up capital is a total amount the company has demanded or asked the shareholders to pay so far. അപ്പൊ എന്ത് പറഞ്ഞിരിക്കുന്ന? ഷെയറുകളുടെ ടോട്ടൽ എമൗണ്ടും കമ്പനി ഒരേ സമയം ആവശ്യപ്പെടാറില്ല. ഇത് ആപ്ലിക്കേഷൻ മണിയോ, അലോട്ട്മെന്റ് മണിയോ, കോൾ മണിയോ എന്നിങ്ങനെ വിവിധ തീയതികളിലായിട്ടാണ് ആവശ്യപ്പെടുന്നത്. അതായത് വിവിധ ഇൻസ്റ്റാൾമെന്റുകളായിട്ടാണ് ആവശ്യപ്പെടുന്നത്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്ന? ഷെയറുകളുടെ ആകെ എമൗണ്ട്, അതായത് ടോട്ടൽ എമൗണ്ടും കമ്പനി ഒരേ സമയം ആവശ്യപ്പെടാറില്ല. ഇത് ആപ്ലിക്കേഷൻ മണിയും, അലോട്ട്മെന്റ് മണിയും, കോൾ മണിയും എന്നിങ്ങനെ വിവിധ ഇൻസ്റ്റാൾമെന്റുകളായിട്ടാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇത്തരത്തില് ഷെയർ ഹോൾഡേഴ്സിനോട് ഇതുവരെ അടയ്ക്കാൻ ആവശ്യപ്പെട്ട എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്ത് പറഞ്ഞു? ഷെയർ ഹോൾഡേഴ്സിനോട് ഇതുവരെ അടയ്ക്കാൻ ആവശ്യപ്പെട്ട എമൗണ്ടിനെ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? അപ്പൊ എക്സാമ്പിൾ നോക്കി. ഓൺ ₹10 ഷെയർ if the company has only asked for ₹7.50. ഈ 7.50 പേജ് എടുത്ത് എങ്ങനെയായിരിക്കണം? 3 രൂപ ആപ്ലിക്കേഷൻ മണിലോട്ട് മാറ്റണം, 2 രൂപ അലോട്ട്മെന്റ് മണിലോട്ട് മാറ്റണം, 2.5 രൂപ ഫസ്റ്റ് കോൾ മണിലോട്ട് മാറ്റണം. ഇത് 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് നമ്മൾ 7 രൂപ അടയ്ക്കുന്നത്. മനസ്സിലോ? അപ്പൊ കമ്പനി ആവശ്യപ്പെട്ട എത്രയാണ്? 10 രൂപയായിരുന്നു. ഈ 10 രൂപയ്ക്കകത്ത് നമ്മൾ എത്ര ഇപ്പം ആവശ്യപ്പെടുന്നത്? 7.5 അടയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈ 7.5 അടയ്ക്കുന്നത് ഓരോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ്. ഈ 7.5-ക്കകത്ത് 3 രൂപ ആപ്ലിക്കേഷൻ മണിയായിട്ടും, 2 രൂപ അലോട്ട്മെന്റ് മണിയായിട്ടും, 2.5 രൂപ കോൾ മണിയായിട്ടും കൊടുക്കണം. മനസ്സിലോ? അപ്പൊ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എത്ര ആയിരിക്കണം? 45,000 ഷെയർ ഈസ് റുപ്പീസ് 3,37,500 ആണ്. അപ്പൊ എന്തോ പറഞ്ഞിരിക്കുന്ന? 50,000 ഷെയറുകൾ ഇഷ്യൂ ചെയ്തത്, എന്താ പറയുക, 10 രൂപ വിലയുള്ള ഒരു ഷെയറിന് കമ്പനി ഇതുവരെ 7.5 രൂപയാണ് ആവശ്യപ്പെട്ടതെങ്കിൽ, നമ്മൾ 10 രൂപ അടയ്ക്കാൻ നോക്കുന്നില്ല, അതിനകത്ത് 7.5 രൂപയാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ 45,000 ഷെയറിലെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, ആ ഷെയർ വെച്ചാണ് നമ്മൾ ഈ 7.5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നത്. അപ്പോഴാണ് എത്ര കിട്ടുന്നത്? 3,37,500 കിട്ടുന്നത്. അപ്പൊ ഈ കോൾഡ് അപ്പ് ക്യാപിറ്റൽ നമ്മൾ ആരെ മെൻഷൻ ചെയ്യുന്നത്? സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഷെയർ ഇല്ലേ,
അപ്പൊ എത്ര സബ്സ്ക്രൈബ് ക്യാപിറ്റൽ ഷെയർ എന്ന് പറഞ്ഞാൽ 45,000 ഷെയർ ആണ് അല്ലെ. ഈ 45,000 നമ്മൾ ചെയ്യണം 7 രൂപ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴാണ് 3,37,500 രൂപ കിട്ടുന്നത്. അപ്പൊ നമ്മൾ 10 രൂപയല്ല അടയ്ക്കാൻ ആവശ്യപ്പെടുന്നത്, 7.5 രൂപയാണ് ആവശ്യപ്പെടുന്നത് അടയ്ക്കാനായിട്ട്. അപ്പൊ ഈ 7.5 നമ്മൾ എങ്ങനെ അടയ്ക്കുന്നത്? ഓരോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാൻ നോക്കുക. ആപ്ലിക്കേഷൻ 2 രൂപയായിട്ട് 3 രൂപയായിട്ട്, അലോട്ട്മെന്റ് 2 രൂപയായിട്ട്, ബാക്കി വന്ന 2 രൂപ എന്ത് ചെയ്യണം? ഫസ്റ്റ് കോൾ മണി ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. മനസ്സിലാലോ? അത് സബ്സ്ക്രൈബിന്റെ ക്യാപിൽ എത്ര ഷെയർ ആണോ ആ ഷെയർ എന്ത് ചെയ്യണം 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴാണ് എത്ര കിട്ടുന്നത്? 3,37,500 കിട്ടുന്നത്. ഇതാണ് എന്തെന്ന് പറഞ്ഞത് കോൾഡ് ക്യാപിറ്റൽ എമൗണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത് ഓരോന്ന് വലിച്ചു കയറി വരിക കേട്ടോ. അപ്പൊ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആരെ ഉദ്ദേശിക്കുന്നു? ആരെ പിടിക്കുന്നു? ഇഷ്യൂഡ് ക്യാപിറ്റൽ ആരെ പിടിക്കുന്നു? സബ്സ്ക്രൈബിനെ പിടിക്കുന്നു. സബ്സ്ക്രൈബിനെ ആരെ പിടിക്കുന്നു? കോൾഡപ്പിനെ പിടിക്കുന്നു. മനസ്സിലായോ? ആദ്യത്തെ 3 പ്രൈസ് എത്ര തന്നെയായിരിക്കും? 10 രൂപയായിരിക്കും അല്ലെ. കോൾഡപ്പിന് എത്ര രൂപയായി? 7.5 അല്ലെ. അപ്പൊ കമ്പനി ആവശ്യപ്പെടുന്നത് 10 രൂപയല്ല, അതിനകത്ത് എന്ത് ചെയ്യണം? 7 രൂപ അടച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ 7 അടയ്ക്കുമ്പോൾ ഓരോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വേണം പേ ചെയ്യണത്. മനസ്സിലായോ? അപ്പം 7 രൂപ വന്നപ്പോൾ ഓരോ ഇൻസ്റ്റാൾമെന്റ് ചെയ്യണം. ആപ്ലിക്കേഷൻ 3 രൂപ പോയി, അലോട്ട്മെന്റ് 2 രൂപ പോയി, 2.5 ഫസ്റ്റ് കോൾ ആയിട്ട് പോയിട്ടുണ്ട്. ഇതിങ്ങനെ പോയി കഴിയുമ്പോഴാണ് 7.5 ആവുന്നത്. മനസ്സിലായോ? ആ 7 എന്ത് ചെയ്യണം? സബ്സ്ക്രൈബിന്റെ ഷെയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 3,37,500 കിട്ടുന്നത്. ഇനിയാണ് നമ്മൾ കോൾഡ് ക്യാപിറ്റൽ എമൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി ലാസ്റ്റ് വന്നാണ് പെയ്ഡപ്പ് ക്യാപിറ്റൽ. എന്താണ് പെയ്ഡപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? അവിടെ എടുത്ത് പറയുന്നുണ്ട് കമ്പനി ആവശ്യപ്പെട്ട എമൗണ്ട്, അതായത് കോൾഡ് ക്യാപിറ്റൽ ഷെയർ ഹോൾഡേഴ്സിന് യഥാർത്ഥത്തിൽ അടച്ച എമൗണ്ട് ആണിത്. അപ്പൊ നോക്കേ, ദിസ് ഈസ് ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് മണി റിസീവ്ഡ് ഫ്രം ദി ഷെയർ ഹോൾഡേഴ്സ്. ഉണ്ടോ? അപ്പൊ ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്നും മണി എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടിയിട്ടുണ്ട്, ആക്ച്വൽ എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. അതിനാണ് നമ്മൾ പറയുക പെയ്ഡപ്പ് ക്യാപിറ്റൽ പറഞ്ഞത്. അതായത് കോൾഡ് ക്യാപിറ്റൽ എമൗണ്ട് വെച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ കമ്പനി ആവശ്യപ്പെട്ട കോൾഡ് ക്യാപിറ്റൽ ഷെയർ ഹോൾഡേഴ്സിന് യഥാർത്ഥത്തിൽ അടച്ച എമൗണ്ട് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അതുമാത്രമല്ല, ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൾഡ് അപ്പ് ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഒക്കേഴ്സ് ഡ്യൂ ടു കോൾസ് ഇൻ അരിയേഴ്സ്. അതായത് വെൻ ഷെയർ ഹോൾഡേഴ്സ് ഫെയിൽ ടു പേ ദ എമൗണ്ട് ആസ്ക്ഡ്. അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വെൻ ഷെയർ ഹോൾഡേഴ്സ് ഫെയിൽ ടു പേ ദി എമൗണ്ട് ആസ്ക്ഡ്. അതായത് ആവശ്യപ്പെട്ട എമൗണ്ട് ആരെങ്കിലും അടയ്ക്കാതിരുന്നാൽ ആ തുകയെ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റുന്നു? കോൾസ് ഇൻ അരിയറിലേക്ക് മാറ്റുന്നു. അതിനാണ് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഒന്നുകൂടെ പറയാം, കമ്പനി ആവശ്യപ്പെട്ട എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സ് യഥാർത്ഥത്തിൽ അടച്ച തുകയാണ് നമ്മളെന്ന് പറയുന്നത് പെയ്ഡപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ഈ ആവശ്യപ്പെട്ടിട്ടുള്ള എമൗണ്ട് ഉണ്ടല്ലോ, ആരെങ്കിലും അടയ്ക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവരാണ് നമ്മളെന്ന് പറയാ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആരെ പൈസ അടയ്ക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സ് ആണ് അല്ലെ. ഈ ഷെയർ ഹോൾഡേഴ്സ് മാറിനകത്ത് ആരെങ്കിലും പൈസ അടയ്ക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് വിളിക്കുന്നു? കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നു. അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? പെയ്ഡപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നുണ്ട്. മനസ്സിലോ? അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് 800 shares failed to pay the first call of rupees 2,500 രൂപ, the calls in arrear is rupees 2,000. ഉണ്ടോ? അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്ന? ഇപ്പൊ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് 800 shares failed to pay the first call of rupees 2,500, the calls in arrears is rupees 2,000. The paid up capital would be rupees 3,37,500 minus 2,000 equal to 3,35,500 രൂപ. അപ്പൊ എന്തോ പറഞ്ഞിരിക്കുന്ന? കമ്പനി 3,37,500 ആവശ്യപ്പെടുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കോൾഡപ്പ് ഉണ്ടോ? ഈ ഷെയർ ഹോൾഡേഴ്സ് അടച്ച എമൗണ്ട് ആണ് 3,37,500. ഇതിനകത്ത് 800 ഷെയറുകളുള്ള ഒരാള് 2 രൂപയുടെ കോൾ മണി അടച്ചിട്ടില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എത്ര അടച്ചു കാണത്തില്ല? 2,000 അടച്ചു കാണത്തില്ല അല്ലെ. ഈ 2,000 എങ്ങനെ കിട്ടി? 800 ഷെയർ ആണ് അടയ്ക്കാറുള്ളത്. ഒരു ഷെയർ എത്രയാണ്? 2,000 രൂപയാണ് അല്ലെ. അത് ഫസ്റ്റ് കോൾ മണി ആയപ്പോഴാണ്, അതായത് 3ാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആയപ്പോഴാണ് 2,000 രൂപ അടയ്ക്കാറ് വന്നത്. മനസ്സിലോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 800നെ 2,500 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്രയായി? 2,000. ഈ 2,000 രൂപയാണ് നമ്മളെന്ന് പറഞ്ഞത് കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞത്. എന്താണ് ഈ കോൾസ് ഇൻ അരിയർ പറഞ്ഞാൽ? ഷെയർ ഹോൾഡേഴ്സ് ഏതെങ്കിലും ഷെയർ എമൗണ്ട് അടയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, മനസ്സിലോ, അതാണ് കോൾസ് ഇൻ അരിയർ. അപ്പൊ എത്ര അടവന്നു? അടയ്ക്കാതെ വന്നു? 2,000 അടയ്ക്കാതെ വന്നു ആണല്ലോ. അപ്പൊ നമ്മുടെ പെയ്ഡപ്പ് ക്യാപിറ്റൽ എങ്ങനെയാവും പറഞ്ഞു? 3,37,500 2,000 പോയാൽ ബാക്കി എത്ര ഉണ്ട്? 3,37,500 ഉണ്ട്. അതാണ് പെയ്ഡപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലാവും?
337,500 അടച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അതായത് ഫുള്ള് അടച്ചായിരുന്നെങ്കിൽ എന്തെന്ന് പറയാം, പെയ്ഡപ്പ് ക്യാപിറ്റൽ അത് പറയണം. മനസ്സിലോ? ഈ 337,500 ഏതെങ്കിലും ഈ 800 ഷെയർ ചിലപ്പോൾ അടയ്ക്കാതെ വരും. മനസ്സിലോ? അങ്ങനെ അടയ്ക്കാതെ വരുവാണെങ്കിൽ നമുക്ക് 337,500 കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എത്ര എടുക്കത്തുള്ളൂ? 337,500 വരത്തുള്ളൂ. മനസ്സിലോ? ഓക്കെ. അപ്പൊ ഒരിക്കൽ കൂടി പറയാം, കോൾഡപ്പ് ക്യാപിറ്റൽ നമ്മൾ എത്രയാണോ അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, എത്രയാണ്? 337,500. ഇത് നമ്മുടെ പെയ്ഡപ്പ് ക്യാപിറ്റൽ എന്ന് പറയും. പക്ഷേ നമ്മൾ ഈ 45,000 ഷെയറിനകത്ത് 800 ഷെയർ അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് അതിലോട്ട് മാറ്റണം, കോഴ്സിന് അതിലോട്ട് മാറ്റണം. അപ്പൊ നമുക്ക് പെയ്ഡപ്പ് ക്യാപിറ്റൽ 337,500 നമുക്ക് എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. മനസ്സിലായോ? അപ്പൊ നമ്മളെന്ത് ചെയ്യണം? 800-നെ 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എത്ര പോകും? 2,000 പോകും. ഈ 2,000 നമ്മൾ ചെയ്യണം 337,500 കുറയ്ക്കണം. ബാക്കി ഇവിടെ എത്ര വരും? 337,500 വരും. ഇതിനാണ് എന്തെന്ന് പറയുക? പെയ്ഡപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്ര ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചോദിക്കുക. നിങ്ങൾക്ക് ഡൗട്ട്സ് വരുന്നത് 5ാമത്തെ പെയ്ഡപ്പ് ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ. അത് ഡൗട്ട് വരുവാണെങ്കിൽ എന്ത് ചെയ്യാം? എന്നോട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.